വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ നല്ലൊരു ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ. ഇപ്പോൾ നവരാത്രിയൊക്കെ ആയിട്ട് ഞങ്ങൾ നൂലുമ്പ് തുടങ്ങിയപ്പോൾ ഓരോ ദിവസം ഓരോന്നൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇന്ന് പച്ചടി ആയിക്കോട്ടെ, എന്ന് കാണാൻ ഭംഗിയുണ്ട്, അതങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല കുട്ടികൾക്ക്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. മോള് പിന്നെയും കഴിക്കും, വലിയ താല്പര്യമൊന്നുമില്ല പച്ചടിയൊന്നും. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ചെറിയ ബീട്രൂട്ട് തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലുതാണെങ്കിൽ ഒന്നെടുത്താലും മതി കേട്ടോ. പിന്നെ കടുകുണ്ട്, 2 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ 4 അത്യാവശ്യം എരിവുള്ള പച്ചമുളക് 4 എണ്ണം, 1 തണ്ട് കറിവേപ്പില, 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ തൈരും വെളിച്ചെണ്ണയാണ് വേണ്ടത്. നിങ്ങൾക്കിത് 2 രീതിയിൽ ചെയ്യാം. അതായത് ബീട്രൂട്ട് വലിയ കഷ്ണങ്ങളായിട്ട് കുക്കറിൽ 1 വിസിൽ അടുപ്പിച്ചിട്ട് അത് അരച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ബാക്കിയുള്ള രീതിയിൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ചിരകിയെടുക്കുക. ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്നത് ചിരകി എടുത്തിട്ടുള്ള രീതിയിലാണ് കേട്ടോ. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചെയ്തോളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തൈര് എടുക്കുമ്പോൾ കുറച്ച് പുളിയുള്ള തൈര്, അതായത് മിൽക്കി മിസ്റ്റിൻ്റെ തൈര് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയാൽ നന്നാവില്ല കേട്ടോ. കാരണം അത് തീരെ പുളിയില്ലല്ലോ. ഇപ്പോൾ പുളിയില്ലാത്ത തൈര് പറ്റില്ല, എന്നാൽ നല്ല പുളിയുള്ള മോരും പറ്റില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനത് ചിരകി എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചിരകി എടുത്തിട്ട് കുറച്ച് ഉപ്പും 1/4 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്. പിന്നെ ഇതിൽ എരിവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എരിവൊക്കെ വേണം, നല്ലൊരു ടേസ്റ്റ് ഉള്ളൂ. കുറച്ച് നിങ്ങൾക്ക് ഇത്ര വേണ്ടാച്ചെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ആദ്യം ഈ പച്ചമുളകും തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം കടുക് ഇട്ടാൽ മതി. കടുക് ശരിക്കും ഒന്ന് പുളിക്കാനേ പാടുള്ളൂ. ഇനി മിക്സിയിലിടാൻ അരഞ്ഞു പോകുന്നുണ്ട് വെച്ചെങ്കിൽ ഒന്നും കൂടി ചതച്ചെടുത്താലും മതി. ഞാൻ എന്തായാലും ഇതിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് ഇതിലേക്കിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. കാരണം അങ്ങനെ ചൂടാക്കിയെടുത്താലേ നമ്മുടെ അരപ്പ് പിന്നെ ഒന്ന് വേവണം. പിന്നെ വേറൊരു കാര്യം എന്താണെന്നുള്ളത് വെച്ചാൽ നമ്മൾക്ക് ബീട്രൂട്ട് പച്ചടി പച്ചക്കിട്ടാൽ തേങ്ങ ചൂടാക്കാണ്ടിട്ടാൽ പെട്ടെന്ന് നാശമായി പോകാനും മതി. അപ്പോൾ അതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഉപ്പ് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ ഇപ്പോൾ നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇട്ടാൽ അറിയില്ല, അവസാനം ഇടാൻ വെച്ചിട്ട് കുറച്ച് കുറവുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ എന്താ പറയുക, മിക്സിയിൽ അടിക്കേണ്ട കേട്ടോ. അപ്പോൾ ഒന്നാമത് ഭയങ്കര ലൂസായി പോവും. നമ്മൾ പാക്കറ്റ് കൊടുക്കാൻ ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഇളക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഈ പച്ചടി വിളമ്പിയാലേ വെള്ളം പോലെ അങ്ങോട്ട് നീങ്ങിപ്പോയി. ഇലയുടെ വിളമ്പി അങ്ങനെ അവിടെ നിൽക്കണം. ആ രീതിയിലായിക്കോട്ടെ വെച്ചിട്ടാണ് പറഞ്ഞത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലെന്നാലും താളിക്കാൻ വെളിച്ചെണ്ണ എടുത്തോളൂ. കാരണം പച്ചടിയൊക്കെ ആകുമ്പോൾ നമ്മൾ നാടൻ വിഭവമാണല്ലോ, അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ വറ്റൽമുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്തോളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ 1-2 പൊട്ടിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുകും കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായിട്ട് താളിക്കുക. ഈ സമയത്ത് വറ്റൽമുളക് കയ്യിലുണ്ട് വെച്ചെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തോളൂ. വറ്റൽമുളക് ഇട്ടിട്ട് ആ ഓയിൽ നല്ലൊരു സ്മെല്ലാണ് ഇട്ട് കഴിഞ്ഞാൽ. നമുക്കിതിൽ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പച്ചമാങ്ങ ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ പുളിയുണ്ട് വെച്ചെങ്കിൽ നമ്മൾ തൈര് ചേർക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ ചെറിയൊരു കഷ്ണം പൂണ്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ച് ചേർക്കട്ടോ. നല്ല ടേസ്റ്റാണ്. ചെയ്യുമ്പോൾ കണ്ടില്ലേ, നല്ല പച്ചടി ആയിട്ടുണ്ട്. പാകത്തിന് തിക്നെസ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.